ഹലോ, എല്ലാവരും ലഞ്ച് കഴിച്ചോ? അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പ്, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ ഫിഷ് കറിയാണ് ഉണ്ടാക്കിയത്. അയലക്കറിയാണ് ഇന്നെൻ്റെ ലഞ്ച്. ഞാൻ കാണിച്ചു തരാം. അയലക്കറിയാണ്. പിന്നെ പപ്പടം ഉണ്ട്, നമ്മുടെ പപ്പടം, അച്ചാർ, പിന്നെ ഇത് രസം. രസത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ പോയി നോക്കിയാൽ മതി എങ്ങനെയാണ് രസം വെക്കുക എന്നുള്ളത്. സിമ്പിൾ പരീക്ഷണമാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ രസം എന്ന് പറയുന്നത്. രസമുണ്ടെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല. ആ രീതിയിലുള്ള രസമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ രസവും നമുക്ക് എന്തെങ്കിലും തോരനുണ്ടെങ്കിൽ ലഞ്ച് സൂപ്പറാക്കാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും ഡെയിലി എന്തൊക്കെയാണ് വീഡിയോ ഒന്ന് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് കഴിക്കാം. നിങ്ങളെല്ലാവരും കഴിച്ചോ? ഞാൻ കഴിക്കുകയാണ്. ഇങ്ങനെ നാടൻ ഫിഷ് കറി. ഇത് ഞാൻ ഫിഷ് കറീൻ്റെ റെസിപ്പിയും ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് മലബാർ സ്റ്റൈലിലുള്ള തേങ്ങ അരച്ച മീൻ കറിയാണ്. മറ്റേ ജീരകമൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള ഫിഷ് കറി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മീൻ കറിയും നല്ല നാരങ്ങ അച്ചാറും നമ്മുടെ പപ്പടം ഇതിൽ പൊടിച്ചിട്ട് അങ്ങോട്ട് കുഴച്ചടിക്കും. അപ്പോഴതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ രസം കുറച്ച് രസം ഒഴിക്കാം. നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ രസം ചിലപ്പോൾ രസം ഉണ്ടാവും, ചിലപ്പോൾ രസം ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ, ഭയങ്കര വെള്ളം പോലെ ആയിരിക്കുമല്ലോ. ഇത് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള രസമാണ്. അതാണ് ഞാൻ പറഞ്ഞത് വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു തോരനും ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ലഞ്ച് സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കട്ടി വെച്ചാൽ മതി, വെള്ളം പോലെ ആക്കാതെ. ചട്ടിയിൽ വെക്കുന്ന മീൻകറിക്ക് പ്രത്യേക സ്വാദമായിരിക്കും അല്ലേ. ഞാൻ തോരനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പപ്പടമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് തോരൻ ഞാൻ ഒഴിവാക്കി. അങ്ങനെ നമുക്ക് ചെയ്യാറ്. കുറേ വിഭവങ്ങളൊക്കെ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കിട്ടില്ല. അപ്പം നമുക്ക് തേങ്ങ അരച്ച മീൻകറി ഉണ്ടെങ്കിൽ നമുക്ക് തോരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫുഡ് കഴിക്കുന്നത് ഇഷ്ടം? നല്ല മിക്സ് ചെയ്തിട്ടാണോ കഴിക്കുന്നത് ഇഷ്ടം? ചില ആൾക്കാർക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഒക്കെ കഴിക്കേണ്ടി വരും. പക്ഷെ എനിക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് തന്നെ ഇഷ്ടം. മിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഴച്ച് അങ്ങനെയല്ല, അല്ലാതെ മിക്സ് ചെയ്യും. ചില മിക്സിങ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഈ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഈ തല കഴിക്കുന്നത് ഇഷ്ടമാണ് നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കൂടെ. തേങ്ങ അരച്ച മീൻകറിയും പപ്പടവും നാരങ്ങ അച്ചാറും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് അതിൻ്റെ ആ മിക്സിങ്. ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ കറി ആയതുകൊണ്ട് പറയണ്ട, കൊടുക്കത്തെ രുചിയാണ് ആശാനെ. ഞാൻ തന്നെ എന്നെ പുകഴ്ത്തും. എൻ്റെ ഇവിടെ വന്നിട്ട് കഴിച്ചവർക്ക് അറിയാം ഞാൻ വെക്കുന്നത് ടേസ്റ്റ് ആണോ അല്ലയോ. അവർ പറയട്ടെ. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിച്ച് വയറ് നിറയെ കഴിച്ച് ഉഷാറായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.